അടുക്കളയിൽ വല്ല ഉണ്ടോ? സുലേഖ, നീയേ കൊച്ചിൻ്റെ കണ്ട് ചോറ് കൊണ്ടുപോകണം. അവർക്ക് ഈ പഴയതൊന്നും ചൂടാക്കിയെന്ന് ചിലപ്പോൾ വയറ്റിന് പിടിക്കില്ല. ഒരു കൂടിയ കറിയൊക്കെ തിന്ന് ശീലിച്ചോരല്ലേ. മുക്കിന് ജോലിക്കാരൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് വന്ന കൊച്ചാണ്. അതിന് പഴകിയതൊന്നും ചൂടാക്കിയൊന്നും പറ്റൂല. ഓ, അവൾക്ക് രാവിലെ എനിക്ക് എൻ്റെ കൂടെ വന്ന് ഇവിടെ അവൾക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ എന്ത്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് ജോലിയാണ്. ഇനി ഒരു ജോലി ഇത് കൂടി. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്ന? ഇല്ലമ്മ. അമ്മക്ക് തോന്നിയടി. നീ എന്തിലുണ്ട്? കുറച്ച് മീൻ ഇരിപ്പുണ്ട്. അപ്പം മീനും കുറച്ച് എന്തെങ്കിലും വെണ്ടയ്ക്ക വെടിക്ക, ഒരു സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. മീൻ പൊരിച്ചത്. ഓ സാമ്പാർ മതി. ഓ ചിക്കൻ പൊരിച്ചത്. ചിക്കൻ പൊരിച്ചത്. പെട്ടെന്ന് റെഡിയാക്ക്, മോക്ക് കൊടുക്കട്ടെ. മക്കളെ ചോട്ട് ഒട്ടും കഴിക്കണം കേട്ടാ. ഓ മുഴുവനും കഴിക്കാം. ലീവ് കിട്ടൂലായിരുന്നു. ഇന്ന് ലീവ് എടുക്കാൻ പറ്റൂലമ്മ. ഓ അതുകൊണ്ടാണ് കുറേ കല്യാണമായിട്ട് കുറേ ലീവ് എടുത്തതല്ലേ. ശരി. അപ്പം ഞാൻ പോയിട്ട് വരാം. ഓ ശരി, പോയിട്ട് വരാം. ശരി. ഇക്ക, ഇപ്പൊ ഉമ്മാക്ക് എൻ്റെ അടുത്ത് പഴയതുപോലെ സ്നേഹമൊന്നുമില്ല. ഞാൻ അന്നേ പറഞ്ഞതാണ് ഞാൻ പഠിക്കാൻ പോവാ, എനിക്കൊരു ജോലി. അന്ന് പഠിക്കാൻ പോയിരുന്നെങ്കിൽ എനിക്കിപ്പോ ഒരു ജോലി ഉണ്ടായിരുന്ന. ഇപ്പം ജോലി ഉള്ളടത്തൊക്കെയാണ് ഭയങ്കര സ്നേഹം. ചോറ് കൊടുത്തു വിടണ, മുട്ട കഴിക്കണമെന്ന് പറയണ. എന്തൊരു കെയറിങ്. നമ്മളെപ്പ ആർക്കും വേണ്ട. പെണ്ണിന് അസൂയം കുശുമ്പൊക്കെ തുടങ്ങി. പെണ്ണിന് എനിക്ക് അസൂയം കുശുമ്പൊന്നും അല്ലേക്കാ. പിന്നെ അവരങ്ങനെ കൊണ്ട് പറയാ വിഷമിക്കൊന്നും വേണ്ട. അവരങ്ങനെയൊന്നും വിചാരിച്ചായിരിക്കൂല കേട്ടാ. അസൂയപ്പെടണ്ട, അതിന് പോട്ട്. എന്തായാലും കഴിഞ്ഞ കാര്യം നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. അവർക്ക് ഗവൺമെന്റ് ജോലിയൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതിന്റെ അവരിത് നാട്ടുകാരുടെ അടുത്തൊക്കെ ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ എത്തി പൊക്കി അടിച്ച് ഇങ്ങനെ പറഞ്ഞ് നടക്കണം. അത് വേണ്ടി അല്ലാണ്ട് വേറൊന്നുമല്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിന്റെ അത് കണക്ക് തന്നെ അവളുടെ അടുത്ത് അവർ കാണിക്കും. നീ അത് വെറുതെ വിഷമിക്കണം കേട്ടാ. അവരങ്ങനെ തന്നെ. അവർക്ക് ആരെങ്കിലും കിട്ടിയ ഈ കുടുംബശ്രീക്കാരെ കിട്ടുമ്പോൾ നുണ പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത്ര തന്നെ. അതൊന്നും കാര്യമാക്കണ്ട. അപ്പൊ നമുക്ക് കിടന്ന് ഉറങ്ങാം. രാവിലെ എനിക്ക് ജോലിക്ക് പോകണല്ലേ. മറ്റേ അങ്ങറ്റം വരെ പോകാൻ വേണം. കാരണം എന്തോന്നും എന്തൊരു വിളിക്കണം. നേരെ വിളിക്കുന്ന വേണ്ട. ഇത് എന്തൊരു ഇങ്ങോട്ട് വടന്നാണ്. 5 മണിയായി, അങ്ങോട്ട് എണീര്. എടാ കൊച്ചിന് ചോറ് കൊണ്ടുപോണ്ടേ. സിനിമാനിക്ക് ചോറ് കൊണ്ടുപോകണം. അവളുടെ അടുത്ത് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ. അവൾക്കാവുമ്പോ ജോലിയും കൂലിയൊന്നും ഇല്ലല്ല. ചോറ് പൊതിക്ക് കൊടുത്തിട്ട് വന്ന് കിടന്ന് ഉറങ്ങാൻ പറ അവളുടെ അടുത്ത്. എനിക്കില്ല, കൊച്ചിനാണെങ്കിൽ ഒന്നും കൊടുത്ത് കിട്ടത്തുമില്ല. അത്യാവശ്യപ്പെട്ട് വിളിച്ചിട്ട് എവിടെ കൊണ്ടുപോണത്? കഷ്ടങ്ങൾ തന്നെ. ഇങ്ങനെ പോവേണമെങ്കിൽ ഇവിടുത്തെ കാര്യത്തിന് തീരുമാനമാവേണ്ടി. അല്ല മോനെ, എത്ര ഉണ്ട് സ്വർണ്ണമൊക്കെ? എത്ര ഉണ്ടാകും തോന്നാ. ഞാനൊന്നും ചോദിച്ചൊന്നുമില്ല. അവള് സ്വർണ്ണമല്ല അവളെ എടുത്ത് വന്ന കബോർഡിനകത്തോട്ട് വെക്കണം. അവളൊരു ഞാൻ ചോദിച്ചൊന്നുമില്ല. കണ്ടിട്ടൊരു 100 പവൻ അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 മാല ഉണ്ടായിരുന്നു. പിന്നെ കയ്യിൽ ഒരു 10, 20, 25 വള. തടവള ഒരു 8 എണ്ണം കണ്ടായി ഞാൻ കണ്ട്. പിന്നെ എനിക്ക് തന്ന വള അതൊരു 2 പവനുണ്ടോ. എല്ലാം കൂടി കണക്കാക്കി 100 പവൻ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയണത്. ഈ നാട്ടുകാർ വേറൊന്നും കൂടി പറഞ്ഞു, കുശുമ്പോട്ടാണ്, വേറൊന്നുമല്ല. ഈ ബേക്കറി എടുത്തന്നെ ചെറുപ്പം ഇത്രയും ലക്ഷം രൂപയ്ക്കുള്ള ആസ്തിയുള്ള പെണ്ണിനെ കിട്ടുമെന്ന് നാട്ടുകാരെ അസൂയേണ്ട പറയണേന്. നമുക്കതൊന്നും കാര്യമാക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും. വല്ലാത്ത ചൂടല്ലേ മക്കളെ. നീ ഉമ്മാരെ റൂമിൽ ഒരു AC കിട്ടിയത്. എന്തായാലും അവള് ജോലിക്ക് പോയിട്ട് കറണ്ട് ബില്ലൊക്കെ നമുക്കങ്ങ് അടയ്ക്കാന്നേ. പിന്നെ ഇവിടെയൊക്കെ ഇടുങ്ങി പൊളിങ്ങി നാശമായി കിടക്കുകയല്ലേ. നീ ഇതൊക്കെ ഒന്ന് വലിപ്പമാക്കി വെച്ച് കുറച്ചും കൂടി മുറിയൊക്കെ ഒന്ന് കൂട്ടണം. നമുക്ക് ഇടിച്ചു പൊളിച്ചിട്ട് നല്ല അടിപൊളി ഒരു വീടങ്ങ് വെക്കണം. നീ പേടിക്കണ്ടടാ. ഈ വീട് ഞാൻ നിന്റെ പേർക്കങ്ങ് എഴുതി തരാന്ന്. നീ നിനക്ക് സൗകര്യം പോലെ പിന്നീട് കാക്കച്ചിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി.
ആ നോക്കാമ്മ, വീട് ശരിയാക്കണൊക്കെ പിന്നുള്ള കേസല്ലേ, നമ്മൾ നോക്കാം എന്താണെന്ന്. ചേട്ടത്തി കപ്പ് വേണോ? ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെ. ഇത്തിരി കുറച്ച് നേരത്തെ ആയിപ്പോയെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നോക്കട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അപ്പുറത്തെ ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങോട്ട് മാറാം. ഇനിയിപ്പോൾ നീ വിഷമിക്കണ്ട, എന്തിനാണെന്ന് നോക്കാം. മൂത്ത മക്കളെ ആരും ഇങ്ങനെ തന്നെ എത്രയൊക്കെ ഒന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മൂത്തവർ വേണം താരം. അവസാനം കാര്യം കഴിയുമ്പോൾ ചവിട്ടി വെളിയിൽ വന്നു. അതാണ് അവസ്ഥ. അമ്മ ഇന്ന് എൻ്റെ ഒരു ബ്രദർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ അമേരിക്കയിൽ നെഴ്സായ അതെ, അമേരിക്കയിൽ നെഴ്സായിട്ടുള്ള ഇന്ന് വരും. കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉമ്മ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് വരുമെന്ന് പറഞ്ഞു. അമ്മ വരണല്ലേ? ശരി, അത് പറഞ്ഞതാ. കുറേ സാധനങ്ങളൊക്കെ കാണും. ഓ, നല്ല സ്പ്രേയും പെടുക്കണ ക്രീമും ഒക്കെ കാണും. വരട്ടെ, വയ്യ. മറ്റാളെ കണ്ടാ ഒരു ഗുണമില്ല. ഇതിനെ കൊണ്ടെങ്കിലും വല്ല കിട്ടട്ടെ. നല്ല പിന്നെ എടി സുലേഖ, കൊച്ചിൻ്റെ കാക്കച്ചി വരണമെന്ന്. ഓ, അമേരിക്കന്നേ. ഈ ഒരു കാര്യം ചെയ്താണ്, നമ്മളെ മുകളിലുള്ള പൂവൻ അങ്ങോട്ട് പിടിച്ച് അങ്ങ് കട്ട് ചെയ്ത് കറി അങ്ങോട്ട്. കറിയൊക്കെ എന്തരായിടി? ഇത്തിരി പൂല് എങ്ങോട്ട് നോക്കട്ടെ. ഓ, എന്തൊരു ചിക്കൻ. അടിപൊളിയായിട്ടുണ്ട്. നീ എങ്ങനെ ഇവിടെ കഴിയുന്നത്? ഈ കോഴിക്കൂട്ടുകളൊക്കെ ഈ വീട്ടിനകത്ത് അൺകൾച്ചറസ് ഫെലോസ് ശരിയാവൂല ഇത്? ഞാനും അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. വലിയ പാട് തന്നെ. എല്ലാ മുറികളും കുഞ്ഞാ. പിന്നെ പോരാത്തതിന് ചൂട്. ഒരു മുറിയിലും AC ഇല്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, നീ നാളെ തന്നെ വന്നിട്ട് അവിടെ നമ്മളെ സിറ്റിയിൽ ആ ഫ്ലാറ്റിലോട്ട് മാറാനുള്ളത് നോക്ക്. അത് ശരിയാ. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാനും എളുപ്പമാണ് ഫ്ലാറ്റിലാവുമ്പോൾ. എന്തായാലും കാക്കച്ചി ഇറങ്ങി തന്നല്ലോ, തന്നെ അങ്ങോട്ട് മാറാം. ഞാൻ എന്തായാലും ഇക്കാരോടൊന്ന് ചോദിക്കട്ടെ. ശരി. ഇവിടെയൊക്കെ എങ്ങനെ ഇവിടെ ഒരു വൃത്തിയില്ല. ഇത് എന്താണ് ഇത്? ആകെ ഡേർട്ടിയായിട്ട് കിടക്കുന്നു. മോശം. പെട്ടെന്ന് തന്നെ മാറിക്കണം കേട്ടോ. ഇത് നമുക്ക് ശരിയാവുന്നതല്ല. നമ്മുടെ സ്റ്റാൻഡേർഡിന് ചേരില്ല. എൻ്റെ അല്ലോ, ഇതൊക്കെ എന്തരാണാ എന്തോ അമേരിക്കയിലെ സാധനങ്ങളല്ലേ? ഓ, കണ്ട എൻ്റെ കൊച്ചിൻ്റെ കാക്കച്ചി കൊല്ലാമ കണ്ട. ഇതെന്തരാണെന്ന് അറിയില്ല. നീ ഒന്ന് നോക്കിയാണടി, ഇതെന്തരിനുള്ളതാണ്? അതൊരു ക്രീമാണ്. ഓ, മോൻ വെളുക്കാനുള്ളതാ. എനിക്ക് 5-6 കുരുവൊക്കെ ഉണ്ട്. ഓ, ഞാനങ്ങ് വെളുത്തങ്ങ് പാറും. ഓ, ശരിക്കോ വയ്യ എൻ്റെ പടച്ചോനെ. ഇതെല്ലാം വെളുത്തിട്ട് പാറാനുള്ള മരുന്നാണോ മക്കളെ? ഓ, നിനക്ക് അങ്ങനെ അറിയാം. നീ അമേരിക്കയിലെ വല്ല സാധനം കണ്ടിട്ടുണ്ടാവും. മറ്റേ പഴങ്കഞ്ഞിയും കുടിച്ചുകൊണ്ട് കിടന്ന പെണ്ണേ. പിന്നെ അവർക്ക് ജോലിക്ക് ഓഫീസിൽ പോകണ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അവിടെ ഓഫീസിൻ്റെ കുറച്ചിപ്പുറത്തായിട്ടൊരു ഫ്ലാറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ നാളെ മറ്റന്നാളാവണം അങ്ങോട്ട് മാറും. എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങൾ ഇന്ന് തന്നെ പോണ ഫ്ലാറ്റിൽ? മക്കളെ, ഉമ്മച്ചിക്കാണെങ്കിൽ ഇത് ഉപ്പ ഉണ്ടാക്കിയ വീടാണ്. ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലേ ഉമ്മച്ചിക്ക് ഉറക്കം വരും. പിന്നെ പടച്ചോൻ്റെ ഒരു തീരുമാനം. ഇനി ഈ വയസ്സാകാലത്ത് ഉമ്മ ഫ്ലാറ്റിൽ കിടക്കണമെങ്കിൽ അങ്ങനെ ആവട്ടെ. നടക്കും. പിന്നെ ഉമ്മ അങ്ങോട്ട് പറഞ്ഞ ദിവസം അത് പിന്നെ നമ്മളൊന്ന് പോയി സെറ്റിലായിട്ട് നിങ്ങളെ കൊണ്ടുപോകാം. നോക്കട്ടെ, അത് ഞാൻ അപ്പോഴും പറയാം. ശരി. അപ്പം ഞാൻ വരണ്ടേ? ശരി മക്കളെ, നിങ്ങൾ പോയിട്ട് വാ. അപ്പം തള്ളേ വേണ്ട. ഉമ്മ, അവര് പോയില്ലേ? ഇനി ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾ ആരോഗ്യം നോക്കട്ടെ ഉമ്മ. നിങ്ങൾ ആ ചായ എങ്കിലും ഒന്ന് എടുത്ത് കുടിച്ചാണേ. ഞാൻ നാരങ്ങ വെള്ളം കലക്കി തട്ടാം. എനിക്കൊന്നും വേണ്ടപ്പി.
എനിക്കെൻ്റെ കൊച്ചിനെ കാണാതെ എനിക്കിനി ഒരു തുള്ളി പറ്റിറങ്ങില്ല, ഒരു തുള്ളി വെള്ളം എനിക്ക് ഇറങ്ങൂല. എൻ്റെ പൊന്നും എനിക്ക് ഫ്ലാറ്റും പോയണ്ട, എനിക്ക് സ്വർണവും വേണ്ട, ഇനി സ്വർണ്ണം കട്ടിയും വേണ്ട. എനിക്ക് എൻ്റെ ചെറുക്കൻ്റെ അടുത്ത് പോയാൽ മതി, അവനെ കാണാതെ എന്നെ കൊണ്ട് ഒക്കൂല. ഒന്നിങ്ങോട്ട് വന്നാണീ. ഈ ഉമ്മ മോരെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാതിരിക്കും. ഇത് ഇനി അവസാനം ആശുപത്രി ഓടേണ്ടി വരൂലേ? നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും എടുത്ത് കഴിക്കും. നിങ്ങളൊരു വേളം ഉണ്ടാകുന്ന ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ടാകും. നിങ്ങളിപ്പോൾ ഒരു എണീച്ചൊന്ന് കഴിക്കും. ഒന്ന് എന്തെങ്കിലും ആഹാരം എടുത്ത് കൊടുക്കും. കഴിക്കും, ഞാൻ കൊണ്ടാക്കാൻ വരും. കൊണ്ടുപോകും മക്കളെ. ശരി, എങ്കിൽ ഞാൻ വല്ല കുടിക്കും. രാധയൊന്ന് വിളിക്കാം. കുടുംബശ്രീയിലെ കാര്യമൊക്കെ എന്തരായ. ഹലോ, രാധയില്ലേ? ആ കുടുംബശ്രീന്ന് എൻ്റെ പേരങ്ങ് വെട്ടിയരാ. ഞാനിപ്പോൾ ഇളയ മോൻ്റെ കൂടെ. പട്ടണത്തിൽ ഫ്ലാറ്റിൽ. ഇവിടെ തൊട്ടടുത്ത് മൊത്തം വീടുകൾ തന്നെ. അപ്പുറത്ത് നോക്കി ഇപ്പുറത്തെ വീട് കാണാം. പിന്നെ വണ്ടികളാ പോകേന്ന് പറഞ്ഞ. നമുക്ക് ഫ്ലാറ്റിൽ കിടക്കാൻ പടച്ചോൻ വിരിച്ചാൽ പിന്നെ വന്നല്ലേ പറ്റുള്ളൂ. പിന്നെ ഇനി കുടുംബശ്രീക്ക് ഇവിടെ കുടുംബശ്രീയൊന്നും ഇല്ല. ഇവിടെ പിന്നെ എന്താ ക്ലബ്ബാ പമ്പാ അങ്ങനെ എന്തെങ്കിലും കുതിരാണ്ടുണ്ട്. മോള് പറയാനായിട്ട്. അതിനിപ്പം ഈ ചുരിദാറൊക്കെ ഒപ്പിച്ചിട്ട് അതൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോകണം. അവിടെ പോയി പേരൊക്കെ കൊടുക്കണം. അവിടുത്തെ ബുക്കിൽ നമ്മളെ പേരെഴുതി എന്തിനാ പൈസയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണമെന്ന്. നമ്മളെയൊക്കെ ഒരു വിധിയേ. ശരി. അപ്പം മറ്റുള്ളവരടുത്ത് പറഞ്ഞേക്കണേ. ഞാൻ ഇനി അങ്ങോട്ട് വരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ എനിക്ക് അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടുത്തെ പട്ടിക്കാട് വലിയ നല്ലല്ല. എൻ്റെ ഭാഗ്യം. അപ്പം ശരി. നിങ്ങൾ അതിന് മൊത്തം തുപ്പി തെറിപ്പിച്ച് ആ പെണ്ണ് ഇവിടെ വന്ന് ആലച്ച് ബേളം ഉണ്ടാകും. നിങ്ങളിത്തിരി ഒതുക്കി തുപ്പി. വൃത്തിയില്ല, ഇവരെന്തൊരു ചെയ്യത്തില്ല. അതെന്തൊരു മോനെ, ഈ സാധനം തുപ്പാനുള്ളതല്ലേ? എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ പറമ്പിലാണ് മൊത്തം തുപ്പിയിടണ. ഇവിടെ പറമ്പില്ലാത്തതിന് ഇനി ഈ കൂടുതലല്ലേ തുപ്പാൻ പറ്റൂ. എനിക്ക് ഇത്ര ഇങ്ങനെ വീശിയൊക്കെ തുപ്പണം, അല്ലാതെ എന്നെ കൊണ്ടൊക്കെ ഒന്നുമില്ല. ഇന്ന് എന്താ കറി ഇതില്? അത് ഇന്ന് വിഴുക്കും ചമ്മന്തി ഉണ്ട്. ഞാൻ പറഞ്ഞതല്ലേ ഈ ചമ്മന്തി പോലത്തെ സാധനങ്ങൾ വെക്കരുത്. അത് പെട്ടെന്ന് ഒരു വൃത്തികെട്ട സ്മെല്ല് വരും ഉച്ചയൊക്കെ ആകുമ്പോൾ. കടയിൽ ചെന്നിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അവർ വിളിക്കണം. അത് കാരണം ഞാൻ പെട്ടെന്ന് ചമ്മന്തി അരച്ചത്. ഇനി നാളെ തൊട്ടാവട്ടെ അത് ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടില്ല. നാളെ തൊട്ട് എനിക്ക് അതൊന്നും വേണ്ട കേട്ടാ. ഒരു ചിക്കൻ പൊരിച്ചതും പിന്നെ ഒരു അച്ചാറും എനിക്കത് മതി. പിന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ തുണി എല്ലാം കൂടെ ഒന്ന് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ മൊത്തം അവിടെ വാരിക്കൂട്ടി ഇട്ടിട്ടുണ്ട്, എനിക്ക് സമയമില്ല. പിന്നെ ഇന്ന് വൈകുന്നേരം ചപ്പാത്തിയും കുറുമക്കറിയും വേണം. ശരി, കടയിലൊക്കെ പോയിട്ട് വന്നിട്ട് മതി. എന്തൊക്കെ കാണാൻ. എൻ്റെ കൊച്ചാണ് ഈ പണി എല്ലാം ഇവിടെ ചെയ്യണ. കഷ്ടം തന്നെടാ. ഇതിനാണാ ഞാൻ നിന്നെ ഇത്ര വളർത്തിയെടുത്തത്. കുടുംബത്തിൻ്റെ ജീവിതം നല്ലോണം പോകാൻ വേണ്ടിയിട്ട് ഇത്തിരി ജോലിയൊക്കെ ചെയ്യാമോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. പോകാനൊന്നും ഇല്ലല്ലോ, വീട്ടിലെ കാര്യമല്ലേ ചെയ്യാം. എന്ത് വരാത്ത എന്തൊരു സാധനമാണോ തോന്നുന്നു. മോളെ എനിക്കൊരു കപ്പ് ചായ ഇങ്ങോട്ട് ഇട്. കടുപ്പം കൂട്ടി മധുരം കുറച്ച് പാലിത്തിരി കട്ടിക്ക്. പിന്നെ എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഞാൻ കടുപ്പം കൂട്ടി മധുരം കൂട്ടി ആവശ്യത്തിന് ഇഷ്ടാനുസരണം അതോ അടുക്കളയിൽ എല്ലാ സാധനവും ഉണ്ട്. ഉമ്മച്ചി എന്നെ പോയിട്ട് കുടിക്കും. ഉമ്മച്ചിക്ക് ഒരു ചായ എടുക്ക്. കടുപ്പം കൂട്ടി മധുരം ഒന്ന് കുറച്ച് നല്ല പാകത്തിന്. എനിക്കറിയാം, എൻ്റെ മോക്ക് അറിയാലോ. പോയിട്ടോണ്ട് വരും. എൻ്റെ സുരേഖ മോള് അതെന്തോന്ന് സൗണ്ട് വിടാ. അത് മോളെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ്. അപ്പോഴേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ എനിക്കിതൊന്നും ശീലമില്ല. എനിക്ക് സുലേഖ മോളാണ് ചായ ഇട്ട് തരണം. നിന്റെ അടുത്ത് ഇത് ഇട്ട് തരാൻ പറഞ്ഞില്ലേ ഞാൻ?
ഇതും പൊട്ടിച്ചാ ദേ നിങ്ങളുടെ സ്വത്തിന് ഭാഗം വെച്ചിട്ടൊന്നുമല്ല ഇവിടുത്തെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചേക്കണത്. എന്റെ വാപ്പ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇവിടെ മൂത്തിരിക്കുന്നത്. എന്റെ വാപ്പ എന്റെ കാക്കച്ചിയും കൂടി അതെല്ലാം കൂടി ഇറങ്ങി പൊട്ടിക്കണ നിങ്ങൾ. ഇതൊന്നും ഇവിടെ പറ്റൂല ഏട്ടാ. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. എനിക്ക് നിന്റെ ആട്ടുന്നപ്പം കേട്ടെന്ന് ഇവിടെ കിടക്കാൻ വയ്യ. എനിക്ക് വേറെ മക്കളും ഉണ്ട്. ഞാൻ പോണ്. ഓ അവളെ ഒരു പുത്തമ്പണക്കാരി വന്നേക്കും. ഞാനൊരു കാര്യം പറയാം മനുഷ്യ. എനിക്കൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കാക്കച്ചി ഫ്ലാറ്റിലോട്ട് മാറുക എന്ന് പറഞ്ഞത്. അതിനിടയ്ക്ക് നിങ്ങളെ തള്ളയും കൂടി ഇവിടെ വലിഞ്ഞു കയറി എനിക്ക് മൊത്തം അസ്വസ്ഥത ഉണ്ടാക്കിയാണ്. എനിക്ക് സമയത്തും കാലത്ത് ഓഫീസിൽ ഇറങ്ങാൻ പോലും അവർക്ക് ചായ അത് ഇത് അല്ല അവിടുത്തെ ആ പെണ്ണിനോട് എൻ്റെ അടുത്ത് പെരുമാറരുതെന്ന് പറയണം കേട്ടില്ലേ. എനിക്ക് ഇതിനൊന്നും പറ്റൂല. വേണമെങ്കിൽ വല്ല ഇട്ട അനത്തിയൊക്കെ കുടിച്ചോണം. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് ആ വീട്ടിൽ നിന്നൂടെ. എന്തിനാണ് നമ്മളെ പ്രൈവസിക്ക് വേണ്ടി കൈയെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തള്ളി കയറണത്? എനിക്ക് ഞാൻ വല്ല വിളിച്ച് പറയും കേട്ടോ. നിങ്ങൾ പറ്റുമെങ്കിൽ അവരെ പറഞ്ഞ് അവരെ വിടാൻ നോക്കി. എടാ ഞാൻ പോണടാ. ഞാൻ പോണേ. ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കൂല. ഒരു പെണ്ണാളെ. എടാ നിന്നെയൊക്കെ എന്തിനു ചെയ്യണോടാ. എൻ്റെ മൂത്ത മോൻ തങ്കക്കട്ടിയടാ തങ്കക്കട്ടി. ഞാൻ ഇപ്പം ചെന്നാൽ അവൻ 2 കൈ നീട്ടി എന്നെ സ്വീകരിക്കും. അവൻ്റെ ഒരു പുത്തനച്ചി ഇങ്ങനെ ഉണ്ടല്ലോ കുറേ എണ്ണ. ഞാൻ പോണു. ഞാൻ ഇവിടെയൊക്കെ നാട്ടിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. നോക്കൂ അവളെ ഭയങ്കര ഒരു ജോലിക്കാരി ഉണ്ടല്ലോ അവള്. ഞാൻ എന്തൊരു ചെയ്യാം ഞാൻ എന്തൊരു ചെയ്യാനാണ്. എനിക്കിപ്പം നിങ്ങളൊന്നും പറയാനും വയ്യ. എനിക്ക് കുടുംബമല്ലേ വലുത്. നിങ്ങളാരെയും കുറ്റം പറയാനും പറ്റൂലില്ല. ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചല്ലേ. അനുഭവിക്കാനല്ലേ ഉള്ളൂ എനിക്ക്. അവളെ ഒരു ഗ്ലാസ് പൊട്ടിയാനാണ് അവൾ ഈ കിടന്ന് കാണിച്ചു ഇവിടെ ആടി പൊടിച്ചത്. ഒരു ഭദ്രകാളി അവള്. അവളെ ഒരു വാപ്പ സിംഗപ്പൂരിലും ആങ്ങൾ അമേരിക്കയിലെന്നും പറഞ്ഞ് അങ്ങോട്ട് കിടന്ന് തുള്ളയാണ്. എനിക്കിത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. പിള്ളേരെ നോക്ക് നടക്കാൻ പറ. ഫ്ലാറ്റാണ്. അപ്പുറം ഇപ്പുറം ഒക്കെ ആളുകൾ കേൾക്കും. ഇറങ്ങി പോകുമ്പോഴേ ചഞ്ചോണ്ടെ പോടും. നിങ്ങളൊന്ന് മിണ്ടാണ്ട് ഇറങ്ങി പോവാൻ. എന്തോന്നാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകൾ നോക്കിയാലേ അവർ വിചാരം കച്ചറ കാട്ടേരിയാനാണ് അവരെ വിചാരം. തൊണ്ട തുറന്ന് എന്തൊക്കെയാ പറഞ്ഞിട്ട് ബന്ധം കൂടെ പോവാൻ കാര്യം. അവൻ്റെ ഒരു പുത്തനച്ചി. ഞാൻ പോവേണേ. എനിക്ക് എൻ്റെ മക്കൾ ഇനിയും ഉണ്ട്. എനിക്ക് നീ ഇല്ലടാ. നീ ഇനി ഇല്ല എനിക്ക്. ഇക്ക വന്നാ ഇതാ ഒരാളവിടെ കാത്തിരിപ്പുണ്ട്. മതിയായെന്ന് താമസമൊക്കെ മതിയായ മക്കളെ എന്ന് പറഞ്ഞു ഇതാ റൂമിൽ വന്ന് ഇരിപ്പുണ്ട്. തെറ്റ് പറ്റിപ്പോയി മക്കളെ. തെറ്റ് പറ്റിപ്പോയി. ആറ്റുനോറ്റ് വളർത്തിയതാണ് അവനെ. ആറ്റുനോറ്റ്. അവനിപ്പോ ഒരു പുതുപ്പെണ്ണിനെ കണ്ടപ്പോ ഉമ്മായ വേണ്ട മറന്ന് അടിച്ചിറക്കി മക്കളെ. എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി. ഉമ്മായോട് ക്ഷമിക്ക മക്കളെ. ക്ഷമിക്കും.